ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് മുട്ട പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഇളം ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി മൈദാമാവ് എടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി കൊടുക്കുക. ഇനി ഇതോരോന്നും പരത്തിയെടുക്കണം. ഓരോ ബോൾസും പരത്തിയെടുക്കാം. ഒരു ബോൾ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയ ശേഷം ഇതിൻ്റെ മേലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബോൾ പരത്തി സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെയും ബട്ടർ തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കുക. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ആ സമയം കൊണ്ട് പപ്സിൻ്റെ മസാല റെഡിയാക്കി എടുക്കുക. ഒരു ചൂടായ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സവാള വഴന്ന് വരാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത്. സവാള നന്നായിട്ട് വാടി വന്ന ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആയി വരട്ടെ. ഇനി ഇതൊന്ന് കുക്കായി വന്ന ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച മൈദാമാവ് എടുക്കുക. ഇതൊന്നുകൂടെ പരത്തി കൊടുക്കുക. കുറച്ച് തിന്നായിട്ട് തന്നെയാണ് പരത്തിയത്. ഇനി ഇതിൻ്റെ മേലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ 2 സൈഡും മടക്കിയെടുക്കുക. ഇനി മുകളിലും താഴത്തുമായിട്ട് ഒന്നുകൂടെ മടക്കിയെടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ പരത്തിയെടുക്കണം. ആദ്യത്തെ പോലെ അത്രയും തിന്നായിട്ട് പരത്തണ്ട. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുക. മുട്ട പുഴുങ്ങിയത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കോണോട് കോൺ ഇതുപോലെ മടക്കി കൊടുക്കുക. ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. മൈദ പരത്താൻ വെക്കുന്നതിന് മുന്നേ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലോ മൈദയോ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും. പറയാൻ വിട്ടുപോയതാണ്. മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് പരത്തിയ ശേഷം 4 പീസാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഇതിൽ മസാല വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ കോണോട് കോണ് മടക്കിയെടുക്കാം. ഞാനിവിടെ പപ്സ് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുകയാണെങ്കിൽ സോസ് പാനിലൊരു 40 മിനിറ്റ് എടുത്താൽ മതി. ഇത്ര ബ്രൗൺ കളർ ആവില്ല എന്നേ ഉള്ളൂ. പക്ഷേ പപ്സ് റെഡി ആയി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പപ്സ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.